chapter 11 verses 38 to 44. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അത് ഒരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ ഈ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയ മുഖവും റൂമാൽ കൊണ്ട് മുടിയുമായിരുന്ന അവന്റെ കെട്ട് അഴിപ്പി. അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. ഈ വാക്കുകൾക്കായി, ഈ വചനങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വയം പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഈ വാക്യങ്ങൾ ഒന്ന് വായിക്കുവാൻ, ഒന്ന് ശ്രദ്ധിക്കുവാൻ അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങളുടെ മുമ്പിൽ നൽകിയിരിക്കുന്ന സ്തോത്രവായുവാനായി സ്തോത്രം. ഓരോ കർത്താവെ സെൻസ് അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തിന് യൂസ് ചെയ്യുവാൻ കർത്താവ് ഒന്ന് സഹായിക്കണമേ. അവിടുത്തെ വചനം സംസാരിക്കുവാൻ അവിടുന്ന് അധികാരം നൽകണമേ കർത്താവെ. വചനം പഠിക്കുമ്പോൾ ഒരുമിച്ച് കർത്താവെ അങ്ങയിൽ വളരുവാൻ, അങ്ങയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ക്രിസ്തു മൂലം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. പ്രാർത്ഥിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിന്റെ പിതാവേ, ആമേൻ. ചില ദിവസങ്ങൾക്ക് മുമ്പേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ ചില കണക്കുകൾ പറഞ്ഞായിരുന്നു. അതായത് നോർമൽ മിറക്കിൾസ്, സുവിശേഷങ്ങളിൽ ഏകദേശം 23 മിറക്കിൾസ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ഗോസ്പൽസ് മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ 23. അതിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 13 മിറക്കിൾ എഴുതിയിട്ടുണ്ട്. മാർക്കിന്റെ ഗോസ്പലിൽ 12 എഴുതിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 15 ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആകെ 3 മിറക്കിൾസ് എഴുതിയിട്ടുണ്ട് യോഹന്നാൻ ഈ 23. പക്ഷേ വേറെ കുറച്ച് മിറക്കിൾസ് ഷോയിങ് പവർ ഓവർ നേച്ചറിന് മേൽ കർത്താവിന് അധികാരമുണ്ട്, മരണത്തിന്റെ മേൽ കർത്താവിന് അധികാരമുണ്ട് എന്ന് തെളിയിപ്പിക്കുന്ന ഏകദേശം 12 മിറക്കിൾസ് ഈ സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത്. അതിൽ 8 മത്തായിയുടെ സുവിശേഷത്തിൽ, 8 മാർക്കോസിന്റെ സുവിശേഷത്തിൽ, 6 ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, 5 എഴുതിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. ഇതിൽ നമ്മളിപ്പം വായിച്ച ഈ ഒരു അത്ഭുതം, ലാസറസിനെ കർത്താവ് ഉയർപ്പിച്ച ഈ അത്ഭുതം ആകെ എഴുതിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. ഓൺലി ഇൻ ദ ഗോസ്പൽ ഓഫ് ജോൺ. അപ്പൊ ഈ സുവിശേഷത്തിൽ അല്ലെങ്കിൽ ഈ കഥയിൽ നമുക്ക് പഠിക്കാൻ പറ്റിയ ചില മർമ്മങ്ങൾ നമുക്കിത് ശ്രദ്ധിക്കാം. 4 വാക്കുകളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ കഥയിൽ കൂടെ കർത്താവ് ചെയ്യിപ്പിച്ച, കർത്താവ് ചെയ്തെടുത്ത ചില വിഷയങ്ങൾ നമുക്ക് അവിടെ ശ്രദ്ധിക്കാം. അന്ന് 39-ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷിൽ ജീസസ് സെഡ്, ടേക്ക് അവേ ദ സ്റ്റോൺ. യേശു പറഞ്ഞത് കല്ല് നീക്കുവിൻ. അപ്പൊ ആദ്യത്തെ വാക്ക് നീക്കുവിൻ, remove, take away. That is the first word. നീക്കുവിൻ. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വാക്യത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ കല്ലിന്റെ, ഇത് കല്ലാണെങ്കിൽ ഇതിന്റെ ബാക്കിൽ എന്തുണ്ട്? ഒരു അത്ഭുതം കിടക്കുകയാണ്. ഒരത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അത്ഭുതം ചെയ്യണമെങ്കിൽ ആദ്യം ഈ കല്ല്, നിങ്ങളൊന്ന് പ്രതികരിക്കണം. ഞാൻ മാത്രം ശബ്ദമെടുത്ത് ഏറ്റവും മുമ്പേ വോക്കൽ ത്രോട്ട് പോകുന്നത് എന്നെ ആയിരിക്കും എല്ലാവരും. ഓക്കെ, ഈ കല്ല് നീക്കിയാലേ ഈ മിറക്കിൾ കാണാൻ പറ്റത്തുള്ളൂ. ഈ കല്ല് നീക്കാതെ അവിടെ ഒരു അത്ഭുതം നടക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവിന് വേണമെങ്കിൽ ഒരു വാക്കിൽ പറയാം, കല്ല് നീങ്ങുവേ എന്ന് പറഞ്ഞാൽ കല്ല് നീങ്ങും, അല്ലേ? കടലിനെ വിഭാഗിച്ച ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോൾ കടലിനെ കണ്ടിട്ട് ശാന്തമാകുക എന്ന് ക്രിസ്തു പറഞ്ഞു. അത് ശാന്തമായെങ്കിൽ ആ കർത്താവ് ഈ ലാസറസിന്റെ കല്ലറയുടെ മുമ്പിൽ നിന്നിട്ട് ഒരു വാക്ക് പറയുക, കല്ല് നീങ്ങുവേ, നീ മൂടെന്ന്
പറഞ്ഞാൽ ആ നിമിഷം കല്ല് നീങ്ങിപ്പോയേനെ. പക്ഷെ കർത്താവ് അങ്ങനെ പറഞ്ഞില്ല. കർത്താവ് എന്ന് പറഞ്ഞു, നിങ്ങൾ കല്ലൊന്ന് നീക്കുകയും. അതെന്താ കർത്താവ് അങ്ങനെ പറഞ്ഞത്? അതൊരു ആത്മീയ മർമ്മം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ചില മിറക്കിൾസ്, ചില അത്ഭുതങ്ങൾ, ദൈവം തരാൻ ആഗ്രഹിക്കുന്ന ചില അനുഗ്രഹങ്ങൾ, ചില ബ്ലെസ്സിങ്സ് നമ്മുടെ ജീവിതത്തിൽ കിട്ടാത്ത ഒരു കാരണം കൊണ്ട് എന്താ അറിയാമോ? മുമ്പിൽ ഇരിക്കുന്ന കല്ല് ഇതുവരെ നീങ്ങിയിട്ടില്ല. ആ കല്ല് നീങ്ങിയാലേ നമുക്ക് വെളിപ്പെടേണ്ട അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും വെളിപ്പെടുത്തി വരുത്തും. ഞാൻ പറയാം, കർത്താവ് വേണമെങ്കിൽ ഒരു വാക്യം പറയാം, വിൽസന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ആ കല്ല് മാറൂ എന്ന് കർത്താവ് ഒരു വാക്യം പറഞ്ഞ് മാറ്റാം. പക്ഷെ കർത്താവ് അങ്ങനെ ചെയ്യത്തില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് ആ കല്ല് മാറ്റാൻ നമ്മൾ തന്നെ ഇറങ്ങി വരണം, നമ്മൾ തന്നെ അതിന് പ്രയത്നിക്കണം. എന്താണെന്നറിയാമോ? ആ അനുഗ്രഹം ആരുടെയാ? എന്റെ അനുഗ്രഹമാണ്. ആ ബ്ലെസ്സിങ്സ് ആരുടെയാ? ആ മിറക്കിൾ ആരുടെയാണ്? എന്റെ ബ്ലെസ്സിങ്സ്, എന്റെ മിറക്കിളാ. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങൾ കിട്ടണമെങ്കിൽ ഈ കല്ല് മാറണം. അപ്പൊ ഈ കല്ല് പല വിധത്തിൽ നോക്കിയാൽ പല പല കാര്യങ്ങളായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ചില സ്വഭാവങ്ങളായിരിക്കും. അതായിരിക്കും ഒരു കല്ലായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ചില രീതികളായിരിക്കാം, ചില റിലേഷൻഷിപ്സ് ആയിരിക്കാം, കർത്താവിന് ഇഷ്ടമില്ലാത്ത ചില വിഷയങ്ങളായിരിക്കാം. ആ കല്ല് നീങ്ങാതെ കർത്താവ് ആഗ്രഹിക്കുന്ന മിറക്കിൾ വെളിപ്പെടുത്തി വരുത്തില്ല. ഒന്നുകൂടെ ചിന്തിച്ചാൽ, നമ്മൾ കർത്താവിന്റെ ഈ മുദ്രത്തോട്ടത്തിൽ, ഈ കിങ്ഡം വർക്കിൽ നമ്മൾ എല്ലാവരും we are partners, we are all working together. നമ്മൾ എല്ലാവരും ക്രിസ്തുവിന്റെ ഫോളോവേഴ്സ് ആണ്. കർത്താവിന് ചെയ്യാൻ സാധിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കർത്താവിന് സാധിക്കും. നമുക്കത് സാധിക്കത്തില്ല. നിങ്ങളുടെ കൂടെ ഉണ്ടോ? മരിച്ചവരെ ഉയർത്തിപ്പിക്കുവാൻ സാധിക്കുന്ന അഖിലാണ്ടത്തിൽ ശക്തിയുള്ളത് നമ്മുടെ കർത്താവിന് മാത്രമാണ്. അത് നമുക്ക് സാധിക്കത്തില്ല. പക്ഷെ നമുക്ക് സാധിക്കണമെന്നുണ്ട്. നമുക്ക് കല്ല് മാറ്റാം. We can remove the stone. ആ സ്റ്റോൺ കർത്താവിന് മാറ്റാം. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നത് നീ തന്നെ അത് മാറ്റണം, നീ തന്നെ അത് മാറ്റണം. നമ്മുടെ സ്വഭാവത്തിൽ നമുക്ക് കർത്താവിന് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയാൽ, നമ്മൾ തന്നെ ഇറങ്ങി ഒന്ന് മാറ്റിയാൽ, നമ്മൾ തന്നെ ഒരു എഫേർട്ട് ഇട്ട് മാറ്റിയാൽ അടഞ്ഞു കിടക്കുന്ന വാതികൾ കർത്താവ് തുറക്കും. മരിച്ചു കിടക്കുന്ന വിഷയങ്ങൾ ഒന്നുകൂടെ പൊങ്ങി വരുവാൻ കർത്താവ് സഹായിക്കും. അത് ഒരു പക്ഷേ ഒരു ക്ഷമിക്കാൻ പറ്റാത്ത ഹൃദയമായിരിക്കും. അൺഫോർഗിവിംഗ് ഹാർട്ട്, ഐ കനോട്ട് ഫോർഗിവ്. ഒരുപക്ഷെ നമുക്ക് മറക്കാൻ പറ്റാത്ത ചില മുറിവുകളായിരിക്കാം. ഒരുപക്ഷെ ചിലർ പറഞ്ഞ ചില വാക്കുകളായിരിക്കാം, ചിലർ ചെയ്ത ചില പ്രവൃത്തികളായിരിക്കാം. അതൊക്കെ നമ്മുടെ ഈ കല്ലാകുന്ന ഹൃദയത്തിൽ നമ്മൾ ഇങ്ങനെ സമരിച്ചു വെക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താതെ വണ്ണം നമ്മൾ തന്നെ ആ കല്ലിൽ അവിടെ വെച്ചിരിക്കുകയാണ്. പിതാവായ ദൈവത്തിന്റെ പുത്രനായ യേശു പറയുന്നു, റിമൂവ് ദ സ്റ്റോൺ. ആ കല്ലിന് നീക്കി കളയുക, കല്ലിന് നീക്കി കളയുക. അത് ശ്രദ്ധിക്കണം. ഈ 31-ാമത്തെ വാക്യത്തിൽ ശരിക്കും നോക്കിയ ആ കല്ല് നീക്കാൻ വേണ്ടി ഒരാളെ കർത്താവ് ജോലി ഏൽപ്പിച്ചു. അന്ന് ആ വ്യക്തിയുടെ പേരാ മാർത്ത. മാർത്ത was given the responsibility to remove the stone. എന്നാൽ മാർത്ത പറയുന്ന വാക്ക് ഒന്ന് വായിക്കണം. 39-39 വാക്യം. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാട്ടം വെച്ചു തുടങ്ങി 4 ദിവസമായിരുന്നു. അവൻ യേശു മാർത്തയെ റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ട് മാർത്തയെ നോക്കി പറയുക, റിമൂവ് ദ സ്റ്റോൺ, ഈ കല്ല് നീക്കുക എന്ന് പറയുമ്പോൾ മാർത്ത യേശു പറയുന്ന വാക്ക് അനുസരിക്കാതെ മാർത്ത യേശുവിനോട് പറയുകയാ, അരുമനാഥ കർത്താവേ ഇത് മാറ്റാൻ പറ്റത്തില്ല, കാരണം ഈ വിഷയം മരിച്ചിട്ട് 4 ദിവസമായി. അപ്പൊ മാർത്ത ഒരു വിധത്തിൽ കർത്താവിനോട് എക്സ്ക്യൂസ് പറയുകയാണ്. വേറെ രീതിയിൽ നോക്കിയാൽ കർത്താവിനോട് ചില അഭിപ്രായങ്ങൾ പറയുകയാണ്. ശ്രദ്ധിക്കണം, കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യുവാൻ നമ്മളോട് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ കർത്താവ് ആഗ്രഹിക്കുന്ന അത്ഭുതങ്ങൾ, കർത്താവ് ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ നൽകുവാൻ കർത്താവിന് പ്രാപ്തിയുണ്ട്. ഞാനൊന്നുകൂടെ പറയാം, കർത്താവ് നമ്മളോടൊരു കല്ല് നീക്കി അതിന്റെ പിന്നിലെ അനുഗ്രഹങ്ങൾ നമുക്ക് തരണമെന്ന് കർത്താവ് ആഗ്രഹിച്ചാൽ അതിന്റെ പിന്നിൽ കിടക്കുന്ന അത്ഭുതങ്ങൾ നമുക്ക് കിട്ടുന്ന
ആഗ്രഹിച്ചാൽ, അത് ആഗ്രഹിക്കുക മാത്രമല്ല, ആ കല്ല് നീങ്ങിയാൽ ആ അനുഗ്രഹങ്ങൾ നമ്മുടെ കരങ്ങളിൽ തരുവാൻ മൊത്തം പവറുള്ള ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ എക്സ്ക്യൂസാ പറയുന്നത്. കർത്താവിനുള്ള അഭിപ്രായം പറയാമോ? നിങ്ങൾ ആരെങ്കിലും കർത്താവിനുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. കർത്താവെ ഇങ്ങനെ ചെയ്താൽ, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ട്, അതൊക്കെ ഓർക്കുന്നുണ്ടോ അല്ലേ? 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ട് ജയിക്കാൻ ഒരു സാധ്യത, എല്ലാ വിഷയത്തിലും ജയിക്കുമെന്ന് ഉറപ്പുണ്ട്, പക്ഷെ മാത്സ് ജയിക്കുമെന്ന് വലിയ ഉറപ്പില്ല. അപ്പൊ കർത്താവിനോട് ചില ഐഡിയാസ് പറഞ്ഞു കൊടുക്കും. കർത്താവേ, ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്ക്, ഹിന്ദിയിൽ നിന്ന് 10 മാർക്ക്, സയൻസിൽ നിന്ന് 10 മാർക്ക്, ഇങ്ങനെയല്ലേ എടുത്ത് മാത്സിൽ എനിക്ക് ഇത്രയും മാർക്ക്. കർത്താവിനൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു. പിന്നെ ഒരു അഭിപ്രായം പറഞ്ഞു, കർത്താവേ തോറ്റാൽ ആർക്ക് പോയി? കർത്താവിന് പോയി. കാരണം അവസാനം വചനം പ്രസംഗിക്കേണ്ട ആളാ. തോറ്റാൽ 1 വർഷം പിന്നെ ബാക്കിലായില്ലേ, അപ്പൊ കർത്താവിന് 1 വർഷം പോയി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കർത്താവിനോട് എക്സ്ക്യൂസും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ ഇവിടെ വരെ ഞാൻ എത്തിയത്. അപ്പൊ മാർത്ത ഇവിടെ ഒരു അഭിപ്രായം പറയുന്നു കർത്താവിനോട്. പലപ്പോഴും നമ്മൾ അഭിപ്രായം, മാർത്ത പറഞ്ഞ അഭിപ്രായം സിസ്റ്ററോട് വായിക്കണം. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവേ നാട്ടം വെച്ച് തുടങ്ങി. അപ്പൊ മാർത്ത നോക്കുമ്പോൾ ഈ കല്ല് നീക്കിയാൽ അതിന്റെ ബാക്കിൽ നിന്ന് എന്തോ വരും? നാറ്റം വരും. അപ്പൊ എന്റെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിനോട് മാർത്ത പറയാ, കർത്താവെ മാറ്റാം, നാറ്റം കൊണ്ടുപോയി കാര്യം 4 മാസ്ക് ഇട്ടോ, ഒരു 4 മാസ്ക് കരുതിട്ടു, അതുപോലെ നാറ്റം അയക്കാൻ 4 ദിവസമായില്ലേ. അപ്പൊ കർത്താവിനോട് അഭിപ്രായം പറയുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തില് ഈ കല്ലുകൾ നമ്മൾ മാറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അത് മാറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ നാറ്റം പുറത്തോട്ട് വരും. എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു ഹൃദയം ഉണ്ടെങ്കിൽ ഒരു വ്യക്തി വചനത്തിൽ കൂടെ പറയുക, ഈ ഹൃദയം മാറ്റി കളയുക. എനിക്കത് മാറ്റാൻ പറ്റാത്തതിന്റെ കാരണം അത് മാറ്റിയാൽ എന്റെ ജീവിതത്തിലെ നാറ്റം ലോകം അറിയും. എനിക്ക് കോപം എന്ന് പറയുന്ന ഒരു കല്ലുണ്ട്. ദൈവത്തിന്റെ വചനം പറയുക, കോപം മാറ്റി കളയുക. ആ കോപം മാറ്റുവാൻ ഞാൻ ആഗ്രഹിക്കാത്ത, ഞാൻ കർത്താവിനോട് എക്സ്ക്യൂസ് പറയുന്ന കാരണം എന്താണെന്നറിയാമോ? ആ കല്ല് മാറിയാൽ എന്റെ തനി സ്വഭാവം ലോകം അറിയും. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ കല്ല് മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവവചനത്തിന്റെ വെളിപ്പാട് വിളിച്ചു പറയട്ടെ, കല്ല് മാറാതെ നിൽക്കുന്ന സമയമർത്ഥവും അത് നമ്മൾ മരിച്ചു പോയ സമയമായാലും ദൈവം ആഗ്രഹിക്കുന്ന ചില ബ്ലെസ്സിങ്സ് കിട്ടാതെ പോകും. ദൈവം ആഗ്രഹിക്കുന്ന ചില അത്ഭുതങ്ങൾ കിട്ടാതെ പോകും. അതുകൊണ്ട് കർത്താവിനോട് പറയണം, കർത്താവ് എത്ര നാശം വന്നാലും അങ്ങൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ കല്ല് മാറ്റാൻ റെഡിയായിരിക്കുന്നു. ഐ ആം റെഡി ടു റിമൂവ് ദ സ്റ്റോൺ. അതിന് ആദ്യത്തെ വാക്ക് നീക്കുവീൻ, റിമൂവ്. അങ്ങനെ നീക്കേണ്ടിയ ചില കല്ലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു നിമിഷം കണ്ണടയ്ക്കാം. ഞാൻ വചനം തീർന്നില്ല. ഒരു നിമിഷം ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി. കർത്താവേ, എന്റെ ജീവിതത്തിൽ എന്റെ ഭാഷയുടെ പരിമിതികൾ എന്നോട് ക്ഷമിക്കണം. കർത്താവേ, എന്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ചില ബ്ലെസ്സിങ്സ്, ചില മിറക്കിൾസ് കിട്ടാതെ നിൽക്കുന്നത് എന്റെ മാറാത്ത ചില കല്ലുകളാ. ആ കല്ല് നീക്കാൻ കർത്താവിനെ സഹായിക്കണേ. ആ കല്ല് ഞാൻ തന്നെ നീക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, ആ കല്ലൊന്ന് മാറ്റുക. അതിനവർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരുമുണ്ടോ? എല്ലാ കല്ലുകളും പറയട്ടെ. ആരും എതിർക്കാൻ ഞാൻ പറയത്തില്ല. ആരും മുമ്പോട്ട് വരാൻ ഞാൻ പറയത്തില്ല. അത് വ്യക്തിപരമായി എടുക്കേണ്ട ഒരു തീരുമാനം. കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന നിലയിൽ ഉയരുവാൻ സാധിക്കാതെ വണ്ണം, അങ്ങ് ആഗ്രഹിക്കുന്ന നിലയിൽ ആത്മീയമായി ഉയരുവാൻ സാധിക്കാതെ വണ്ണം എന്റെ ജീവിതത്തിൽ നിൽക്കുന്നത് ഒരു ശത്രുവല്ല, അത് ഞാൻ തന്നെയാകുന്നു. എന്റെ ജീവിതത്തിലെ ആ കല്ലൊന്ന് നീക്കുവാൻ അവർ സഹായിക്കണമേ എന്ന് പറയുന്ന വ്യക്തികൾ ഒരു വാക്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, സ്തോത്രം, 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 ഹല്ലേലൂയ. 40ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. 40ാമത്തെ വാക്യം. യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഓക്കെ, വായിച്ചോ.